ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മീൻ പീര പറ്റിച്ചത് ഉണ്ടാക്കാൻ പോവാണേ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു മീൻ പീര പറ്റിച്ചതായിട്ടാ മാങ്ങയിട്ട്. അതിന് വേണ്ടി 1/2 കിലോ ചാള കഴുകി കണ്ടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് 1/2 കിലോ ഉണ്ടേ. അത് പിന്നെ ഒരു മാങ്ങ, അത് ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പീര പറ്റിക്കുന്ന പല രീതിയുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ എൻ്റെ അമ്മുമ്മയുടെ സ്വന്തം പാചകങ്ങളാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കാം. ഇനി അതുകൊണ്ട് ഗ്യാസ് കത്തിക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 6 കുഞ്ഞ് അല്ലി വെളുപ്പില്ലേ, അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. 2 വലിയ പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് രണ്ട് തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 10-15 കൊച്ചുള്ളി, ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അത് കൊത്തി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അല്ല സവാളയാണെങ്കിൽ ഇടത്തരം 2 സവാള, അല്ല വലിയ ഒരു സവാള. ഇപ്പം കൊച്ചുള്ളിയുടെയൊക്കെ സീസണല്ലേ. ഇതൊന്ന് ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ആവേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇതിലേക്ക് ഒരു പച്ച മണമൊന്ന് മാറി കിട്ടിയാൽ മതി. ഒന്ന് വഴന്നു വരട്ടെ. നമ്മുടെ ഈ ഉള്ളി വഴലുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പുണ്ടാക്കാം. ഇത് കിടക്കട്ടെ. തീ ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കാം. ഞാൻ ഒരു മുറി തേങ്ങ, ഒരു വലിയൊരു മുറി തേങ്ങ അത് ചിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു നുള്ള് 1/4 ടീസ്പൂൺ പോലും വേണ്ടേ മല്ലിപ്പൊടി. ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഈ വഴന്ന ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് പോലും വഴറ്റണ്ടേ. ഞാനിപ്പം തീ കുറച്ച് സിമ്മിലിട്ടേക്കേ. മതിയേ. ഈ വഴന്ന ഉള്ളിയിലോട്ടേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം.
ഇത് 1 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്യേ. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ കുറച്ചിട്ടേക്കുവാണേ. നമ്മളെ മീൻ നോക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ മീനിന് ആവശ്യമുള്ള ഉപ്പ്, ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, ശകലം വെള്ളം മതിയേ. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ, ചൂട് ഒഴിക്കേ. മതി. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം. ഞാൻ നോക്കാം, ഇത് ഒഴിക്കുമ്പോൾ ഈ അരപ്പുമായിട്ട് വെള്ളം തെളിഞ്ഞ് വരണ്ട, അതേപോലെ ആ അരപ്പിങ്ങനെ കട്ടിക്ക് ഉണ്ടാ, അത്രയും വെള്ളം മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കണ്ടിച്ച് വെച്ചേക്കുന്ന മീനില്ലേ, ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേ. മാങ്ങ ഇത് വലിയ പുളിയില്ലാത്ത മാങ്ങയാണ്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ കിടന്ന് ഇനി തീ ഒന്ന് കുറച്ചിടാം. ഇച്ചിരി ഒന്ന് തീയിട്ട് കൂട്ടി കൊടുത്തിട്ട് ഇപ്പം ഇളക്കാം ഇങ്ങനെ. കാര്യം മീൻ വെന്തിട്ടില്ലല്ലോ, ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ. മതി. ഇനി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് തീരെ തീ കുറയ്ക്കേ. എന്നിട്ട് തീരെ സിമ്മിലിട്ടേക്കാം. ഇതൊരു 4-5 മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് നോക്കേ. നമ്മുടെ മീൻ തീരെ നോക്കേ. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഒന്ന് ചുറ്റിച്ചു കൊടുത്താ തീ കുറഞ്ഞു തന്നെ കിടക്കേ. ഇപ്പോഴാണ് ഇനി ഇതിന് ഉപ്പൊക്കെ നോക്കണ്ടേ. നല്ല ടേസ്റ്റേ. ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ട്. കാര്യം മാങ്ങയ്ക്ക് വലിയ പുളിയില്ലാത്ത മാങ്ങയായത് ആ ഉപ്പ് മതി. ഇനി ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റും കൂടി ഇങ്ങനെ ഈ തീ തന്നെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ല വറ്റി വന്നോളൂ. തീ കൂട്ടണ്ട, അടിയിൽ പിടിക്കും. കാര്യം ചാളയിൽ, കുഞ്ഞു ചാളയല്ലേ, അധികം വേവുമില്ല, ചെറിയ തീയിൽ മതി. ആ മാങ്ങയും അതുപോലെ തന്നെ വെന്തോളൂ. എന്നിട്ട് മീനിൻ്റെ പീര നോക്കേ. ഓക്കെ, വെള്ളം എല്ലാം നല്ല വറ്റി. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് തുറന്ന് വെച്ചിരുന്നാൽ മതി 1-2 മിനിറ്റ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പതുക്കെ സോഫ്റ്റായിട്ടുള്ള ഈ ഓക്കെ. മീൻ ഒരിക്കലും ഒരുപാട് തീയിട്ടിട്ട് വേവിക്കില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ചാള പീര പറ്റിച്ചത് മാങ്ങയിട്ട് നല്ല ടേസ്റ്റോടുകൂടിയൊരു മീൻ പീരയാണ്. ഞാനത് ഗ്യാസ് ഓഫാക്കുകയാണ്.
ഇനി ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് എടുക്കേ. നമ്മളെ മീൻ നോക്കേ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്റ്റീൽ തവിയൊന്നും ഇളക്കരുതേ, കാര്യം പൊടിയും ഇതുപോലെയുള്ള സോഫ്റ്റ്. ഓക്കെ, ഇതാ പാഴോടെടുത്ത് വെക്കാം. അല്ലേ, നമ്മൾ മാങ്ങയിട്ട് പീര പറ്റിച്ചെടുത്ത ചാളക്കറി, പീര പറ്റിച്ചത് മാങ്ങയിട്ട്. എന്ത് ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. ഇതിനകത്ത് മല്ലിപ്പൊടി വേണ്ട, ഒരു നുള്ള പൊടിയല്ലേ ഇടുന്നുള്ളൂ, ഉലുവാപ്പൊടി വേണ്ട. നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു മീൻ പീര പറ്റിച്ചതായിട്ടാ മാങ്ങയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.